വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബിൽ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് +2 മാത്സിലെ രണ്ടാമത്തെ അടിപൊളി ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ വേറെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തതാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ് എന്ന്, അതായത് റേഞ്ച് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. ഇവിടെ ഈ ഒരു ടേബിളിൽ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും കറസ്പോണ്ടിങ് PVB അല്ലെങ്കിൽ അതിന്റെ റേഞ്ചും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ എന്താണ്? -π/2 to π/2 അല്ലെ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് മക്കളെ ശ്രദ്ധിച്ചോ. -π/2 to π/2 എന്ന് പറഞ്ഞാൽ -90 മുതൽ 90 വരെയുള്ള വാല്യൂസ് മാത്രമാണ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്നത് അല്ലെ, ഇൻക്ലൂഡിങ് -90 to 90. ഓക്കെ, രണ്ടാമത് വരുന്നത് ഇതേ -90യും 90യും വരുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് കൊസീക് ഇൻവേഴ്സ് എക്സ് അല്ലെ, കൊസീക് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, കൊസീക് ഫംഗ്ഷനിൽ നമ്മൾ എക്സെപ്റ്റ് -0 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് -0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഒഴികെ -90 മുതൽ 90 വരെയുള്ള എല്ലാ വാല്യൂസും അതാണ് ആ ഒരു ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. -90 കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന മൂന്നാമത്തെ ഒരു ഫംഗ്ഷനാണ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആരൊക്കെയാണ്? സൈന് പറഞ്ഞു, നമ്മൾ കൊസീക്ക് പറഞ്ഞു, ഇനിയിപ്പോൾ ഉള്ളത് ടാൻ. മൂന്നാമത്തെ ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ ടാനിന് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അതായത് -90യും 90യും എന്ത് ചെയ്യില്ല, ഈ റേഞ്ചിൽ ഉൾപ്പെടുന്നില്ല. അപ് ടു -90 വരെ, അല്ലെങ്കിൽ ഇവിടെ 90 വരെ. ആ 90ന്റെ തൊട്ട് മുന്നുള്ള വാല്യൂ, -90 തൊട്ട് ബാക്കിലുള്ള വാല്യൂ വരെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടില്ല. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്, കൊസീക് ഇൻവേഴ്സ് ഫംഗ്ഷന്, സിമിലർലി ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, മൂന്നും എന്താണ് -90 to 90 കണക്ട് ചെയ്തുകൊണ്ടുള്ള മൂന്നാളുകളാണ്. ഇനി നമുക്ക് അടുത്ത ഒരു കാറ്റഗറി വരുന്നത് കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. കോസ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ശ്രദ്ധിച്ചോ, 0 to π ആണ്. 0 to π എന്ന് പറഞ്ഞാൽ നൈറ്റ് നമ്പേഴ്സ് ഒന്നും ഇല്ല, 0 മുതൽ 180 വരെ. അതും ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഇൻക്ലൂഡിംഗ് ആണ്, 180 ഇൻക്ലൂഡിംഗ് ആണ്. 0 to π വരുന്ന മറ്റൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെ. സീക്ക് ഇൻവേഴ്സ് എക്സിന് നോക്കുക 0 to π, പക്ഷെ അവിടെ ഒരാൾ പരിഗണിക്കില്ല. ആരെ? -π/2. -90നെ നമ്മൾ അതിന്റെ അടിയിലുള്ള ആളാണ് പരിഗണിക്കുന്നില്ല. ആ 90 ഒഴികെ 0 മുതൽ 180 വരെയുള്ള എല്ലാ ആളുകളും 0 to π വരുന്ന ഓപ്പൺ ബ്രാക്കറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലെ. കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷനിൽ 0 മുതൽ 180 വരെ. അപ്പോൾ ഈ ഇത്രയും റേഞ്ച് ഓരോ ഇൻവേഴ്സ് ഫംഗ്ഷന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് റേഞ്ച് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേബിളാണ് ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും കറസ്പോണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില ആംഗിൾസ് ആണ് 0, 30, 45, 90 ആൻഡ് 60 അല്ലെ. ഇത്രയും ആംഗിൾസിന്റെ വാല്യൂസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇതിന്റെയൊക്കെ റേഡിയൻ മെഷർമെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് 30 ഡിഗ്രീന്റെ റേഡിയൻ മെഷർ എന്താണ്? π/6. അപ്പോൾ 60ന്റെ എന്താ? π/3. π/6 π/3. ഇവിടെ 3 ആകുമ്പോൾ 6, അവിടെ 6 ആകുമ്പോൾ ഇവിടെ 3. 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ആണ്, ഡിവൈഡ് 4 വരും. 90 നമുക്കറിയാം π/2. 180 എന്ന് പറഞ്ഞാൽ π ആണ്. 270 പറഞ്ഞാൽ 3 π/2 ആണ്. ആൻഡ് 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ആണ്. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ എന്താണ്? sin 0, sin 30, sin 45, sin 60 ആൻഡ് sin 90. ഇത് നമുക്ക് ഈസി ആയിട്ട് 2 സെക്കൻഡിൽ നമുക്ക് ഈ ടേബിൾ വരയ്ക്കാം. ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ആദ്യം ഈ സൈൻ ഫംഗ്ഷന്റെ ഓരോ ആംഗിളിന്റെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാം. എന്തൊക്കെ വരുന്നത്? sin 0 0 ആണ്, sin 30 1/2 ആണ്, sin 45 1/√2 ആണ്, ആൻഡ് sin 60 എന്നുള്ള √3/2 ആണ്. സിമിലർലി sin 90 = 1 ആണ്. ഈ ഒരു റോ നമ്മൾ നേരെ തിരിച്ച് ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് സിമിലർ ഓരോ ആംഗിൾസിന്റെയും ഫംഗ്ഷൻ കിട്ടും. അതായത് ഈ 1നെ നമ്മൾ നേരെ ഇവിടെ 1 കിട്ടും. 3/2നെ ഇവിടെ എഴുതി, 1/√2 1/√2. cos 45ഉം sin 45 സെയിം ആണ്. 1/2നെ നമ്മൾ ഇവിടെ 1/2 എന്ന് എഴുതി, 0നെ ഇവിടെ 0 എന്ന് എഴുതി. ഇനി ടാനിലേക്ക് കിടക്കുമ്പോഴോ സൈൻ ബൈ കോസ് ആണ് ടാൻ. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു റിലേഷൻ ആണ് അല്ലേ. അപ്പോൾ സൈൻ ബൈ കോസ് 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 1/2 ഡിവൈഡഡ് ബൈ √3/2 പറഞ്ഞാൽ രണ്ടിന്റെയും ന്യൂമറേറ്ററിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ ചെയ്ത് 1/√3 1/1 എന്ന് വരും, 1 വരും, √3/1 √3 എന്ന് വരും, 1/0 1/0 ഓൾവേസ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇനി കൊസീക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, ഈ മൂന്നെണ്ണം നമുക്ക് 1 സെക്കൻഡിനുള്ളിൽ നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. എങ്ങനെ? സൈനിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആര് കിട്ടും? കൊസീക്ക് കിട്ടും. കോസിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സീക്ക് കിട്ടും. സിമിലർലി ടാനിനെ തിരിച്ചിട്ട് കഴിഞ്ഞാലോ നമുക്ക് കോട്ട് കിട്ടും. നോക്കുക, കോട്ട് ഇവിടെ കോട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ടാനിനെ തിരിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0നെ തിരിച്ചിട്ട് 1/0 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ് കൊടുത്തു. ഇനി 1/√3നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ √3/1. സിമിലർലി കൊസീക്ക് സീക്ക് ഫംഗ്ഷൻസിനെ ഒക്കെ നമുക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ ആൻസർ പേപ്പറിൽ ആദ്യം തന്നെ നമുക്ക് വരച്ചു വെക്കാം. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ കഴിയും.